ഹായ്, എല്ലാവർക്കും ഡാസ്ലിംഗ് വേൾഡ് ഓഫ് റെസിപ്പീസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് നേന്ത്രപ്പഴവും റവയൊക്കെ ഉപയോഗിച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു 4 മണി പലഹാരത്തിൻ്റെ റെസിപ്പി ആയിട്ടാട്ടോ. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കണേ നോക്കാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നല്ല പോലെ പഴുത്ത ഒരു നേന്ത്രപ്പഴം എടുക്കാം കേട്ടോ. ഇത് നമുക്കിനി ചെറിയ പീസസ് ആയിട്ട് ഒന്ന് മുറിച്ചെടുക്കാം. ഇപ്പോൾ എല്ലാം നമ്മൾ ചെറിയ പീസസായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം. ഇനി വേറൊരു പാനിലോട്ട് നമുക്കിവിടെ ഒരു 1/4 കപ്പോളം ശർക്കര പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ശർക്കരയുടെ കട്ടയാണെങ്കിൽ അതനുസരിച്ച് മധുരം അനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഇതിലോട്ട് ഒരു 1/4 കപ്പോളം വെള്ളം കൂടെ ചേർത്തിട്ട് നമുക്ക് ഈ ശർക്കര ഒന്ന് ഈ വെള്ളത്തിൽ അലിയിച്ചെടുക്കാം. ഇപ്പോൾ എല്ലാം അലിഞ്ഞ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് അരിച്ചിട്ടൊന്ന് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഒരു പാനിലോട്ട് ഒരു 2 ടീസ്പൂണോളം നെയ്യ് ചേർത്ത് കൊടുക്കാം. നമ്മുടെ ഇഷ്ടാനുസരണം നെയ്യ് ചേർക്കാം കേട്ടോ. നെയ്യ് നല്ലപോലെ ഉരുകി വരുമ്പോഴത്തേക്കും നമ്മൾ ആവശ്യാനുസരണം കുറച്ച് കശുവണ്ടി ചെറിയ പീസസായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം. അതേപോലെ തന്നെ അതിൻ്റെ കളറൊക്കെ ഒന്ന് ചേഞ്ചായി വരുമ്പോഴത്തേക്കും നമുക്കതിലോട്ട് ഉണക്കമുന്തിരിയും കൂടെ കുറച്ചിട്ട് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടെ നല്ല പോലെ ഒന്ന് റെഡിയായി കിട്ടുമ്പോഴത്തേക്കും നമുക്കതിലോട്ട് അടുത്തായിട്ട് ചേർക്കാനുള്ളത് 1/2 കപ്പോളം ഡെസിക്കേറ്റഡ് കോക്കനട്ട് അല്ലെങ്കിൽ സാധാരണ നമ്മൾ ചിരകിയെടുത്ത തേങ്ങ ഉണ്ടല്ലോ, അതൊരു 1/2 കപ്പോളം നമ്മളിതിലോട്ട് ചേർത്തിട്ട് ഈ നെയ്യുടെ കൂടി ഇട്ടിട്ട് നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കുക. തേങ്ങയുടെ കളറൊക്കെ ചെറുതായിട്ട് മാറി തുടങ്ങുന്ന ആ സമയമാകുമ്പോഴത്തേക്കും നമ്മൾ നേരത്തെ മുറിച്ച് വെച്ചിട്ടുള്ള നമ്മുടെ നേന്ത്രപ്പഴം ഉണ്ടല്ലോ, അത് നമുക്കിതിലോട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നല്ല പഴുത്ത നേന്ത്രപ്പഴമൊക്കെ ഉണ്ടെങ്കിൽ നല്ല മധുരം ഉണ്ടാവും. അപ്പോൾ അതനുസരിച്ച് ശർക്കരയുടെ മധുരം ഒന്ന് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ നമ്മളിതെല്ലാം കൂടി ഇട്ടിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് ഈ പഴമൊക്കെ ഒന്ന് സോഫ്റ്റായി കിട്ടുന്ന വരെ നമുക്കിതൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ ആവശ്യമുണ്ടെങ്കിൽ നെയ്യ് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി ഇതിലോട്ട് 1/4 കപ്പോളം നേരത്തെ തന്നെ വറുത്ത് വെച്ചിട്ടുള്ള റവ നമ്മളിതിലോട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് എളുപ്പത്തിൽ ഇതിൻ്റെ കൂടെ തന്നെ മിക്സ് ചെയ്ത് വെക്കാം. അപ്പോൾ നേരത്തെ തന്നെ റവ വറുത്തെടുത്ത് മാറ്റി വെച്ചാൽ മതി കേട്ടോ. എന്നിട്ട് നമുക്കിതിലോട്ട് ആവശ്യമുണ്ടെങ്കിൽ 1 ടീസ്പൂൺ കൂടെ നെയ്യും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടെ ഒന്നുകൂടെ ഒരു ചെറിയ തീയിലിട്ടിട്ട് നല്ല പോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇനി നമ്മളിതിലോട്ട് നമ്മൾ നേരത്തെ ഉരുക്കി വെച്ചിട്ടുള്ള ശർക്കര ഉണ്ടല്ലോ, അത് നല്ലപോലെ അരിച്ചെടുത്തതിന് ശേഷം നമുക്ക് ആ ശർക്കര പാനി ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടെ ചെറിയ തീയിലിട്ടിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ ശർക്കര നമ്മൾ റവയുടെയും പഴത്തിൻ്റെയൊക്കെ എല്ലായിടത്തും എത്തിയിട്ടുണ്ട് കേട്ടോ. നല്ല പോലെ യോജിപ്പിച്ച് എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലോട്ട് അടുത്തായിട്ട് ചേർക്കാനുള്ളത് നല്ല ചൂടുവെള്ളം കേട്ടോ. അതിന് വേണ്ടിയിട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുത്തിട്ടുള്ള 1/2 കപ്പ് വെള്ളമാണ് ഇതിലോട്ട് നമ്മൾ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് കേട്ടോ. അതായത് 1/4 കപ്പ് റവയ്ക്ക് നമ്മൾ 1/2 കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇതെല്ലാം കൂടെ ഇട്ടിട്ട് ചെറിയ തീയിലിട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കുക. ഈ വെള്ളമൊക്കെ നല്ല പോലെ വറ്റുന്ന വരെ നമ്മളൊന്ന് വേവിച്ചെടുക്കണം. ഫ്ലേവർ ഒന്ന് കൂടാൻ വേണ്ടിയിട്ട് നമുക്ക് നമ്മുടെ ആവശ്യാനുസരണം കുറച്ച് ഏലക്കപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് കുറച്ചും കൂടെ നന്നായിട്ട് കൂടും. എന്നിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പം നല്ല പോലെ വെള്ളമൊക്കെ വറ്റി ഈ റവയൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു പരിവാവുന്ന വരെ വേണം നമ്മളൊന്ന് മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ പഴത്തിൻ്റെ പീസസൊക്കെ ഇതുപോലെ കടിക്കാൻ കിട്ടും വേണം കേട്ടോ. അപ്പോൾ ഇത് റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു വേറൊരു ബൗളിലേക്ക് മാറ്റാം. അങ്ങനെ നമ്മുടെ റവയും പഴവും ശർക്കരയൊക്കെ വെച്ചിട്ടുള്ള നല്ല അടിപൊളി മധുരം ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു മധുര പലഹാരം കേട്ടോ ഇത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. എന്നിട്ട് നമ്മളോട് ഫീഡ്ബാക്ക് പറയാം. അപ്പോൾ വീണ്ടും ഒരു നല്ല റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.